കേരളത്തിലെ ഏറ്റവും വലിയ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായ പറക്കോടിൻ്റെയും കലാകാരന്മാരുടെ നാടായ അടൂരിൻ്റെയും സമീപമുള്ള ഒരു ഗ്രാമമാണ് ടൂറിസം മാപ്പിൽ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ആനന്ദപ്പള്ളി. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ആനന്ദപ്പള്ളി പാലശ്ശേരി ഏലായിൽ മരമടി മത്സരങ്ങൾ നടക്കുന്നതോടെയാണ് കർഷകരുടെ മരമടി മാമാക്കത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ലോകപ്രശസ്തമായ ഈ മരമടി മത്സരം കാണുന്നതിന് വേണ്ടി ഫ്രാൻസിൽ നിന്നും വന്നിരിക്കുകയാണ് മാഡം ആനി. അവർ പറയുന്നത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കേരളമാണെന്നാണ്. ഈ സത്യം വിസ്മരിച്ചുകൊണ്ടാണ് വിദേശ മലയാളികളായ നാം 1-2 വർഷം കൂടുമ്പോൾ കിട്ടുന്ന വെക്കേഷൻ ആസ്വദിക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നത്. നാം ഒന്ന് ഓർക്കുക, നമുക്കും നമ്മുടെ കുട്ടികൾക്കും നഷ്ടപ്പെടുന്നത് ഭൂമിയിലെ സ്വർഗമായ നാട് കാണുവാനുള്ള അസുലഭാവസരങ്ങളാണ്. ജോലി പിടിച്ചാൽ എത്ര വർഷമായി? 35 വർഷമായി. ഈ കാളകൾ നേരത്തെ 20-ാം വയസ്സിൽ മരമടിക്കണ്ടത്തിലിറങ്ങിയതാണ് ആനന്ദപ്പള്ളി പാറവിളയിൽ ശ്രീമാൻ ജോർജ് കുട്ടി. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് ബലക്കുറവുണ്ടായ ഇടത്തേക്കാലമായാണ് ജോർജ് കുട്ടിച്ചായൻ മരമടിക്കണ്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ ആവേശത്തിൻ്റെ ആഴം മനസ്സിലാകുക. ഈ പ്രോഗ്രാമിൻ്റെ ഈ മരമടി മത്സരത്തിൻ്റെ ജനറൽ കൺവീനർ മിസ്റ്റർ തോമസ് ഫ്രാൻസിസ്, അതുപോലെ തന്നെ പബ്ലിസിറ്റി കൺവീനറായ മിസ്റ്റർ വി കെ സ്റ്റാൻ, ഞെരുക്കത്തിലാണോ? ഭയങ്കരമായ ഞെരുക്കത്തിൽ. അപ്പൊ എങ്ങനെ ഈ കണ്ടത്തിൽ നിന്ന് കയറി പോകുന്നതിനെ കുറിച്ച് മനസ്സിൽ ഭയങ്കര പ്രാധാന്യത്തിലിരിക്കും. സത്യമായിട്ട് പറയും, ലോകപ്രശസ്തമായ പൈസ ഇതെന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ അതിനെ ഈ ഒരു അവസ്ഥയിൽ കരകയറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ സർക്കാരിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് സർക്കാരിൽ തന്നെ ടൂറിസം വകുപ്പിന് ആനന്ദഘട്ടം നമുക്ക് വെച്ചിട്ടുണ്ട്. എത്ര വർഷമായി ഈ കാണുന്നത്? ഇത് ഇപ്പോൾ ഞാൻ മറുപടിക്ക് ഞാൻ അതൊരു ചരിത്ര വിജയമാണ്. 26 വർഷമായിട്ട് വിജയമാണ്. എല്ലാ പ്രവാസി മലയാളികൾക്കും വേണ്ടി ഞാനും ഈ മത്സരത്തിൽ പങ്കുചേരുകയാണ്.